ഇന്ന് ഇതിൻ്റെ 31-ാമത്തെ പേജിലുള്ള കവിതയാണ് പെട്ടെന്ന് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. അത് ട്യൂൺ ചെയ്യുക എന്നുള്ള ഒരു വലിയ കർമ്മത്തിനൊന്നും ഞാൻ ഹാർമോണിയൊന്നും വെച്ചിട്ടൊന്നും ഞാൻ ഇരുന്നിട്ടില്ല. അതിൻ്റെ ഒരു ആവശ്യം വന്നില്ല. ചില കവിതകൾ പറയും, എന്നെ ഈ ഈണത്തിൽ പാടൂ, ഈ ഈണത്തിൽ ചൊല്ലൂ എന്ന്. അതാണ് അവിടെ സംഭവിച്ചത് എന്ന് തോന്നുന്നു. ഞാൻ പാട്ടുകളൊക്കെ സംവിധാനം ചെയ്ത് പുറത്തൊക്കെ ഇറക്കിയിട്ടുണ്ട് ഒരുപാട്. പക്ഷെ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം, പലപ്പോഴും വരികളൊന്നും ചിലപ്പോൾ മീറ്ററിലായിരിക്കില്ല. അതൊന്ന് മീറ്ററിലാക്കാൻ ചിലപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടാറുണ്ട്. പക്ഷെ ഇവിടെ ഹരീന്ദ്രൻ സാറിൻ്റെ കവിതയ്ക്ക് അങ്ങനെ ഒരു സമയം എനിക്ക് വേണ്ടി വന്നില്ല. മനസ്സിൽ തോന്നിയ ആ ഒരു ഈണം ഞാൻ നിങ്ങളുടെ മുന്നിൽ സവിനയം പ്രസന്റ് ചെയ്യുകയാണ്. ഒരു സ്വപ്നം, പാതിമയക്കത്തിൽ കണ്ടൊരു സ്വപ്നം, ചൊല്ലുവാനുണ്ടെനിക്കിന്നെൻ്റെ കൃഷ്ണ. പാതിമയക്കത്തിൽ കണ്ടൊരു സ്വപ്നം, ചൊല്ലുവാനുണ്ടെനിക്കിന്നെൻ്റെ കൃഷ്ണ. നിൻ തിരുനടയിൽ കൈകൂപ്പി നിന്നപ്പോൾ മാടി വിളിച്ചു അരികിലേക്കെന്നെ നീ. നിൻ തിരുനടയിൽ കൈകൂപ്പി നിന്നപ്പോൾ മാടി വിളിച്ചു അരികിലേക്കെന്നെ നീ. പാതിമയക്കത്തിൽ കണ്ടൊരു സ്വപ്നം, ചൊല്ലുവാനുണ്ടെനിക്കിന്നെൻ്റെ കൃഷ്ണ. ചാരത്തു ഞാനിന്നണഞ്ഞ നേരം പാദാംബുജങ്ങളിൽ നമസ്കരിച്ചു നിൻ. പാദാംബുജങ്ങളിൽ നമസ്കരിച്ചു. ചാരത്തു ഞാനിന്നണഞ്ഞ നേരം പാദാംബുജങ്ങളിൽ നമസ്കരിച്ചു നിൻ. പാദാംബുജങ്ങളിൽ നമസ്കരിച്ചു. പൂജാരി നീതിച്ച നിവേദ്യമാദ്യം അൻപോടെനിക്കു നീ തന്നുവല്ലോ ദേവ. പൂജാരി നീതിച്ച നിവേദ്യമാദ്യം അൻപോടെനിക്കു നീ തന്നുവല്ലോ ദേവ. പാതിമയക്കത്തിൽ കണ്ടൊരു സ്വപ്നം, ചൊല്ലുവാനുണ്ടെനിക്കിന്നെൻ്റെ കൃഷ്ണ. നിന്നോട് കുഴൽ നാദം കേൾക്കേ കണ്ണാ ആനന്ദ നൃത്തമാടി ഞാൻ. കണ്ണാ ആനന്ദ നൃത്തമാടി. സ്വർഗീയാനുഭൂതി നേരത്ത് മായ വിട്ടു ഞാനന്നു പോയല്ലോ. സ്വർഗീയാനുഭൂതി നേരത്ത് മായ വിട്ടു ഞാനന്നു പോയല്ലോ. പാതിമയക്കത്തിൽ കണ്ടൊരു സ്വപ്നം, ചൊല്ലുവാനുണ്ടെനിക്കിന്നെൻ്റെ കൃഷ്ണ. നിൻ തിരുനടയിൽ കൈകൂപ്പി നിന്നപ്പോൾ മാടി വിളിച്ചു അരികിലേക്കെന്നെ നീ. പാതിമയക്കത്തിൽ കണ്ടൊരു സ്വപ്നം, ചൊല്ലുവാനുണ്ടെനിക്കിന്നെൻ്റെ കൃഷ്ണ.
ആശംസാ പ്രസംഗത്തിൽ ശ്രീ കെ വി സാബു ഷമൂല സമർപ്പിച്ചു ക്ഷണിച്ചു.